ശമ്പളം ചോദിച്ചതിന്റെ പേരിൽ തോട്ടം ഉടമയും സൂപ്പർവൈസറും ചേർന്ന് യുവതിയെ വധിക്കുവാൻ ശ്രമിച്ചതായി പരാതി. റിസോർട്ട് നടത്തിപ്പുകാരനായ തോട്ടം ഉടമയുടെ അനധികൃത ഇടപാടുകൾ നേരിൽ കണ്ടതിനെ തുടർന്ന് ജോലി ഉപേക്ഷിച്ചതോടെ ഭർത്താവിനും തനിക്കും ലഭിക്കാനുള്ള ശമ്പളം ചോദിച്ചതിനാണ് തന്നെ വടിവാൾ ഉപയോഗിച്ചും വാഹനം കയറ്റിയും കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചതായുമാണ് യുവതിയുടെയും ഭർത്താവിൻ്റെയും പരാതിയിൽ പറയുന്നത്. വണ്ടിപ്പെരിയാർ പോലീസിൽ പരാതി നൽകി ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും ദമ്പതികൾ പറയുന്നു. വണ്ടിപ്പെരിയാർ 63-ാം മൈലിൽ പ്രവർത്തിക്കുന്ന തേക്കടി ഹൈറ്റ് എന്ന റിസോർട്ട് നടത്തിപ്പുകാരനായ സെബി ജെയിംസിന്റെ റിസോർട്ടിലും ഏലത്തോട്ടത്തിലും ജോലി ചെയ്തു വന്നിരുന്ന വണ്ടിപ്പെരിയാർ പള്ളിപ്പടി മുടിയിൽ കിഴക്കേതിൽ അനീഷയ്ക്കാണ് ശമ്പളം ചോദിച്ചതിന്റെ പേരിൽ ഉടമയും സൂപ്പർവൈസറും ചേർന്ന് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചതായി പരാതി ഉയർന്നിരിക്കുന്നത്. കഴിഞ്ഞ 4 വർഷക്കാലമായി അനീഷയും ഭർത്താവ് അനിലും ഇവിടെ ജോലി ചെയ്തു വരികയായിരുന്നു. ഇതിനുശേഷം അനീഷ റിസോർട്ടിൽ ക്ലീനിംഗ് ജോലിയിൽ ഏർപ്പെട്ടിരുന്ന സമയത്ത് തോക്കും മാനിന്റെ കൊമ്പും കണ്ടതോടെ ഉടമയ്ക്ക് ഇവരെ ഇവിടെ ജോലിക്ക് നിർത്തുവാൻ ബുദ്ധിമുട്ട് നേരിടുന്നതായി മനസ്സിലാക്കിയ അനീഷയും ഭർത്താവ് അനിലും മറ്റൊരിടത്ത് ജോലിക്ക് പോവുകയും പിന്നീട് ലഭിക്കാനുള്ള ശമ്പളം ചോദിക്കുകയും ചെയ്തു. ഇതാണ് പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയത്. കഴിഞ്ഞ ദിവസം രാവിലെ ഇവിടുത്തെ സൂപ്പർവൈസറായ ബിനോയ് മാത്യുവിനെ വഴിയിൽ വെച്ച് കാണുകയും ബാക്കി ശമ്പളം ചോദിക്കുകയും ചെയ്തു. ഈ സമയത്ത് സൂപ്പർവൈസർ അനീഷയുടെ കഴുത്തിൽ കടന്നു പിടിക്കുകയും വാഹനത്തിലുണ്ടായിരുന്ന വടിവാൾ എടുത്ത് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ഈ സമയത്ത് നാട്ടുകാർ എത്തി ഇയാളെ പിടിച്ചു മാറ്റി. തുടർന്ന് അനീഷയെ ഇയാൾ വാഹനം കയറ്റി കൊലപ്പെടുത്താൻ ശ്രമിച്ചതായും അനീഷ പറയുന്നു. അപ്പം അന്നേരമാണ് ഈ തോക്കും മാൻ്റെ കൊമ്പും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കണ്ടത്. അത് ഞാനാണ് ക്ലീൻ ചെയ്തുകൊണ്ട് ഞാൻ കണ്ടപ്പോൾ ഇവർ ചാക്കിൻ്റെ അകത്ത് കയറ്റി മാറ്റി. അതിൽ പിന്നെ ഞങ്ങളെ അവിടെ നിർത്താൻ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പൈസ തരാം, ഞങ്ങൾ പണിത പൈസ തരത്തില്ല. അങ്ങനെയാണ് ഞങ്ങൾ അവിടുന്ന് പൈസ കിട്ടുന്നിടത്തോട്ട് പണിക്ക് മാറി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് 2 പ്രാവശ്യം വഴിക്ക് വെച്ച് എന്നെ ഭീഷണിപ്പെടുത്തി. നീ ഇനി പൈസ ചോദിച്ച് അങ്ങോട്ട് വന്നാൽ നിന്നെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് ഇന്ന് രാവിലെ ഞാൻ പണിക്ക് വന്നപ്പോഴത്തേന് പൈസ സൂപ്പർവൈസർ ബിനോയ് മാത്യുവിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, പൈസ ചേട്ടാ കുറേച്ചേ താ, ഞങ്ങൾക്ക് എൻ്റെ കൊച്ചു ഫീസ് കൊടുക്കാൻ വേണ്ടി കൊടുക്കാതെ വീട്ടിൽ ഇരിക്കുക. അന്നേരം പുള്ളിക്കാരൻ എൻ്റെ കടക്ക് ഇപ്പം തന്നെ തീർത്തേക്കാമെന്ന് പറഞ്ഞ് എൻ്റെ കഴുത്തിന് പിടിച്ചിട്ട് വടിവാളെടുത്ത് കൊല്ലാൻ ശ്രമിക്കുകയും അതിൻ്റെ അകത്ത് നടത്ത് നിന്നവരെല്ലാം പിടിച്ച് മാറ്റിയോടെ ഞാൻ രക്ഷപ്പെട്ടു. പിന്നെ എന്നെ തള്ളിയിട്ടിട്ട് ജീപ്പ് കയറ്റി കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു. കഴിഞ്ഞ 5 വർഷക്കാലമായി താനും 4 വർഷമായി ഭാര്യയും ഇവിടെ ജോലി ചെയ്തിട്ടുണ്ടെന്നും ഒത്തുതീർപ്പിന് ശ്രമിച്ചവർ 10,000 രൂപ നൽകാമെന്ന് പറഞ്ഞതായും ഇതിനുശേഷം നടന്ന വധശ്രമത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടും യാതൊരു അന്വേഷണം ഉണ്ടായിട്ടില്ലെന്നും അനീഷയുടെ ഭർത്താവ് അനിൽ പറയുന്നു. 5 വർഷം ഞാനവിടെ പെരുമ്പള 4 വർഷവും അതിനകത്ത് വന്നിട്ട് ഞാൻ രാവിലെ വണ്ടി ജീപ്പ് കത്തിയപ്പോഴത്തേക്ക് എൻ്റെ പെരുമ്പള അവിടെ പോയി സംസാരിക്കുമായിരുന്നു. പൈസ മാത്രമേ ചോദിച്ചുള്ളൂ. ഉടനെ പുള്ളി പറഞ്ഞ എൻ്റെ പെണ്ണുമ്പടെ കയറി പങ്ങൊക്കെ ഞാൻ മാറിയിട്ടായിരുന്നു. ഉടനെ ഒരു വടിവാളെടുക്കാൻ വെട്ടാൻ വന്നു. ജീപ്പ് തട്ടിപ്പോൾ പെണ്ണുമ്പടെ എടുക്കാൻ വേണ്ടി ഞാൻ പോയപ്പോഴത്തേക്ക് എന്നാൽ പെണ്ണുമ്പടെ പങ്ങക്കും പിടിക്കാൻ താഴ്ത്തളയായിരുന്നു. അപ്പം ഞാൻ ഉടനെ ഞാൻ അവിടെ ആശുപത്രിയിൽ കൊണ്ടുവരികയും ചെയ്തു. ഇപ്പം വന്നിട്ട് ഞാൻ 7:15 ആകുമ്പോഴത്തേക്ക് ഞാൻ സ്റ്റേഷൻ കൊണ്ട് പരാതി കൊടുത്തിട്ട് ഞാൻ ഇവിടെ ഇപ്പം 5 വർഷം മുഴുവൻ നോക്കാനും ഒന്നുമില്ല. ഞങ്ങൾ ഇതിലൂടെ അനാഥയായിട്ടൂടെ ഇരിക്കുക. കുറ്റാരോപിതരായ സെബി ജെയിംസും ബിനോയ് മാത്യുവും വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലെത്തുകയും ഇവരുടെ കാര്യങ്ങൾ അന്വേഷിച്ച പോലീസ് രാവിലെ 7:30 മുതൽ ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന തങ്ങളുടെ വിവരം അന്വേഷിച്ചില്ല എന്നും ദമ്പതികൾ പരാതി പറയുന്നു. ആനക്കൊമ്പ് കേസിൽ പ്രതിയായ റിസോർട്ട് ഉടമ ഗുണ്ടയുടെ രീതിയിലാണ് പെരുമാറുന്നതെന്ന ആക്ഷേപവും പ്രദേശവാസികൾ പറയുന്നു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.